ഫ്ളാറ്റിൽ നടന്ന വിജിലൻസ് റെയ്ഡിനെതിരെ ധനകാര്യ സെക്രട്ടറി കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിജിലൻസ് ഡയറക്ടർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും കെ.എം. എബ്രഹാം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പരിശോധനയെന്നും പരാതിയിൽ. കേരളം പകർച്ചവ്യാധി ഭീഷണിയിൽ. പുതിയ രോഗങ്ങൾക്കൊപ്പം പഴയ രോഗങ്ങളും തിരിച്ചുവരുന്നത് സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഈ വർഷം മാത്രം പനിക്ക് ചികിത്സ തേടിയത് 22 ലക്ഷത്തോളം പേർ. ചിക്കുൻഗുനിയ, H1N1, എലിപ്പനി, ചെള്ളുപനി എന്നീ പുതിയ പകർച്ചവ്യാധികളും വ്യാപകം. 10,000 രൂപയിൽ താഴെ പ്രതിദിന വരുമാനമുള്ള KSRTC സർവീസുകൾ നിർത്തലാക്കാൻ തീരുമാനം. വനമേഖലയുൾപ്പെടെ മറ്റു സേവനങ്ങളില്ലാത്ത മേഖലകളിൽ വരുമാനം നോക്കാതെ സർവീസ് നടത്തും. ഇത് സംബന്ധിച്ച് KSRTC MD MG രാജമാണിക്യം ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകി. കേരള ചരിത്രത്തിലാദ്യമായി സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസിന്റെ പകർപ്പ് ഓൺലൈനായി നൽകും. ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് വിദ്യാർത്ഥികൾക്കും കോളേജുകൾക്കും അയച്ചുകൊടുക്കും. കശ്മീർ അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ ഷെല്ലാക്രമണം തുടരുന്നു. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് 6 തവണ. അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യയിൽ ആരോഗ്യരക്ഷാ നടപടികളുടെ അഭാവം മൂലം ഒരു വർഷം 1 ലക്ഷത്തിലധികം കുട്ടികൾ മരിക്കുന്നുവെന്ന റിപ്പോർട്ട്. ആരോഗ്യ പരിപാലനത്തിന്റെ അഭാവവും ശുചിത്വമില്ലായ്മയും മൂലം രാജ്യത്തിന് 3 കോടിയോളം രൂപയുടെ നഷ്ടം. ഇന്ന് ആദ്യ ദേശീയ ആയുർവേദ ദിനം. പ്രമേഹ ചികിത്സ ആയുർവേദത്തിലൂടെ എന്നതാണ് ആദ്യ പ്രചാരണ ക്യാമ്പയിൻ. ആയുർവേദ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രമേഹ ക്യാമ്പുകളും സൗജന്യ മരുന്ന് വിതരണവും ഇന്ന് നടക്കും. പശുക്കളെ കൊല്ലുന്നവരെ വെറുതെ വിടില്ലെന്ന് ബജ്രംഗ് ദൾ. ഗോമാംസം കഴിക്കുന്നവർ ഈ മുന്നറിയിപ്പ് ഓർക്കുന്നത് നല്ലത്. പാക് താരങ്ങളുടേത് മാത്രമല്ല, അവരെ അനുകൂലിക്കുന്നവരുടെ സിനിമകളും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ബജ്രംഗ് ദൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഡൽഹി ഡൈനാമോസ് പൂനെ സിറ്റി FC മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടും. അതിർത്തിയിലെ ധീര ജവാന്മാർക്ക് ദീപാവലി ആശംസിച്ച ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് കോഹ്ലിയുടെ ആശംസ.